ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSKയുടെ എല്ലാം ധോണിയാണ്. എന്നാൽ ധോണിക്ക് ഇപ്രാവശ്യം പരിക്കുണ്ടായിരുന്നു. ധോണി IPL കഴിഞ്ഞ് ഉടനെ തന്നെ ലണ്ടനിൽ പോയി ശസ്ത്രക്രിയ ചെയ്യാനൊരുങ്ങുകയാണ്. ധോണിക്ക് കാൽമുട്ടിന് പരിക്കുണ്ട്. ധോണി അടുത്ത വർഷം കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് വരുന്നത്. പകരം ധോണി CSKയുടെ കോച്ചാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത വർഷം ധോണിക്ക് കീഴിലായിരിക്കും CSK ടീം അണിനിരക്കാൻ പോകുന്നത്. ധോണിക്ക് ഇനി ചെന്നൈ ടീമിൽ പുതിയ റോളാണ്. ധോണി കളിച്ചില്ലെങ്കിലും ചെന്നൈ ടീമിൽ ഉണ്ടായാൽ മതിയെന്നാണ് ആരാധകർ പറയുന്നത്. അങ്ങനെ CSK ടീമിന് പുതിയൊരു കോച്ച് ആയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനെ ഇപ്രാവശ്യം രാജസ്ഥാൻ ടീമിന് കപ്പ് നേടിക്കൊടുക്കാൻ സാധിച്ചില്ല. ഇപ്രാവശ്യം IPL ആരംഭിക്കുന്നതിന് മുൻപ് സഞ്ജുവിനെ വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഡെഡ് ലൈൻ ആയിരുന്നു ഈ IPL. ഇപ്രാവശ്യം കപ്പ് നേടിയില്ലെങ്കിൽ സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാന്റെ മാനേജ്മെന്റ് മാറിയിട്ടുണ്ട്. സഞ്ജുവിനോട് അവർക്ക് താല്പര്യമില്ല. അടുത്ത മെഗാ ഓപ്ഷനിൽ സഞ്ജു ചിലപ്പോൾ രാജസ്ഥാൻ ടീം വിട്ടേക്കുമെന്ന അപ്ഡേറ്റ് ആണ് വരുന്നത്. സഞ്ജു രാജസ്ഥാൻ വിട്ടാലും മറ്റെല്ലാ ടീമുകളും സഞ്ജുവിനെ രണ്ടും കൈ നീട്ടി സ്വീകരിക്കും. പ്രത്യേകിച്ച് RCB. ഡുപ്ലസി RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ ക്യാപ്റ്റനെ RCBക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ സഞ്ജുവിനെ RCB എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഹ്ലിയും സഞ്ജുവും ഒന്നിക്കും. സഞ്ജു RCBയുടെ ക്യാപ്റ്റനായാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. എന്തായാലും സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.